ഇടുക്കിയിലെ കാഴ്ചകളൊക്കെ തീർന്നില്ലേ എന്ന് സന്ദീപിനോട് നൗഫൽ ചോദിച്ചു. അതിനുശേഷം സംഭവിച്ചത് ബഹുവിചിത്രമാണ്. സന്ദീപ് രാജാക്കാട് സംഘവും ബംഗ്ലാദേശിലേക്ക് പോയി. അതിർത്തി മലനിരയിലെ ഒരു വ്യൂ പോയിന്റിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കോൾ വരുന്നു. സംഭവം പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച ബംഗ്ലാദേശ് അല്ല, സന്ദീപ് ഉദ്ദേശിച്ച ബംഗ്ലാദേശ്. ഇടുക്കിയിലെ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് നെടുങ്കണ്ടം രാമക്കൽമേട് അടുത്തുള്ള ബംഗ്ലാദേശാണ്. അപ്പോൾ ആ ബംഗ്ലാദേശിന്റെ കഥയും അവിടെയുള്ള കാഴ്ചകളുമൊക്കെ നമുക്കൊന്ന് കാണാം. നമ്മളിപ്പോൾ വന്നെത്തി നിൽക്കുന്നത് ബംഗ്ലാദേശിൻ്റെ ബോർഡറിലാണ്. ഇവിടം വരെയേ ഉള്ളൂ ബംഗ്ലാദേശ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഈ ബംഗ്ലാദേശ് കേരളത്തിലാണ്. അത് എവിടെയാണ്, എന്താണ് അതിൻ്റെ കഥ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ കഥയിലേക്കും കാഴ്ചകളിലേക്കും പോകാം. കേരളത്തിലെ ബംഗ്ലാദേശിൻ്റെ കഥയൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരാൾ ഇവിടെയുണ്ട്. പ്രദേശവാസിയാണ്. പേരെങ്ങനെയാ? സാബു രാമക്കൽമേട്. എന്താണ് ഇവിടെ ഈ ബംഗ്ലാദേശ് എന്ന് പേര് വരാനുള്ള കാരണം? കോളനൈസേഷൻ കാലത്ത് ഇവിടെ 2-3 വ്യക്തികൾക്ക് കോളനി അനുവദിച്ചു കൊടുക്കുകയും ഇങ്ങോട്ട് എത്തിപ്പെടാൻ നിവൃത്തിയില്ലാത്ത വഴി സൗകര്യമില്ലാതെ അവർ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്തു. ഇവരെ ഇങ്ങനെ ഒറ്റപ്പെട്ട് ഇവിടെ കിടക്കുന്ന ഒരു പ്രദേശത്തേക്ക് ആൾക്കാർ വനത്തിൽ കൂടെ വന്ന് ആണ് ഇവരുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിച്ചിരുന്നത്. അങ്ങനെയാണ് ഈ പ്രദേശത്തേക്ക് ഉള്ള ദൂരം കണക്കെടുത്ത് ബംഗ്ലാദേശ് എന്നൊരു നാമം ഈ പ്രദേശത്തിന് വന്നത്. കേരളത്തിലെ ബംഗ്ലാദേശ് ഇപ്പം സഞ്ചാരികളുടെ ഒരു ഇഷ്ട കേന്ദ്രമായി മാറിയിട്ടുണ്ട്. നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. ഇവിടെ എത്തിയേക്കുന്ന കുറച്ച് ആളുകളുണ്ട്. നമുക്ക് അവരോടും കൂടെ ഒന്ന് ചോദിക്കാം. എവിടെ നിന്നാണ്? തിരൂര്. ഫയാസ്. ഷാബിത്ത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഈ ബംഗ്ലാദേശിലെ കാഴ്ചകൾ? പ്രകൃതി കാണാൻ വളരെ സുന്ദരമാണ്. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ്. എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ. പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. അങ്ങനെയാണ്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമെന്നാണ് സഞ്ചാരികൾ പറയുന്നത്. പണ്ട് കാലത്ത് ഈ കോളനി, ഈ കല്ലാർപട്ടം കോളനിയിൽ നിന്ന് വിറക് കരി ഇതായിട്ട് കമ്പം ടൗണിലേക്ക് പോവുകയും അവിടെ ചെന്നിട്ട് ഇത് കൊടുത്തിട്ട് അരിസാധനങ്ങൾ വാങ്ങിച്ച് ഈ വനത്തിൽ കൂടെ വരുന്നൊരു നടപ്പാതയും ഉണ്ടായിരുന്നു. ഇങ്ങനെ വരുന്നവരെ കൊള്ളയടിക്കുന്ന ഒരു വിഭാഗം തമിഴ് കള്ളത്തേവന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അവർ ഇങ്ങനെ വന്ന ഒരു അച്ഛനെ വധിക്കുകയും അദ്ദേഹത്തെ ആ കാലഘട്ടത്തിൽ പരിശോധന നടത്തി നോക്കിയപ്പോൾ 25 പൈസ മാത്രമേ അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി അവിടെ ഉപേക്ഷിച്ച് പോയതായിട്ടും പറയപ്പെടുന്നു. അങ്ങനെയാണ് ഒരു കഥ നിൽക്കുന്നത്. പഴയ കാലഘട്ടത്തിൻ്റെ വലിയ ചരിത്രവും കഥകളുമൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായിരുന്നാലും തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു വ്യൂ പോയിൻ്റാണ് ഈ ബംഗ്ലാദേശ് എന്ന് പറയപ്പെടുന്നത്. നിരവധിയായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായിരുന്നാലും പഴയ കാലത്ത് നിന്നൊക്കെ വ്യത്യസ്തമായി റോഡുകളൊക്കെയായി ബംഗ്ലാദേശ് ഒരുപാട് അകലെയല്ല. ഇവിടെയുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ വന്നു പോകാൻ പറ്റുന്ന ഒരു മനോഹരമായ കാഴ്ചയുടെ ഒരു പറുദീസയായി മാറിയിട്ടുണ്ട്. എന്തായിരുന്നാലും മറ്റൊരു കാഴ്ചയും വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.